ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നൽകിയ മുന്നറിയിപ്പ് നാം വളരെ ഗൗരവമായി എടുക്കണം. പരിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് മുമ്പിൽ ഇടുകയും അരുത്. ഇത് നാം നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കണമെന്നോ സുവിശേഷം പ്രസംഗിക്കാതിരിക്കണമെന്നോ അർത്ഥമാക്കുന്നില്ല. പ്രത്യുത ദൈവവചനത്തിൻ്റെ മൂല്യത്തെയും അതിനോടുള്ള നമ്മുടെ വിവേകപൂർണമായ സമീപനത്തെയും കുറിച്ചുള്ള ഒരു ആഹ്വാനമാണ് ഇത്. ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ അമൂല്യമായ മുത്തുകൾ പോലെയാണ്. അവ അർഹിക്കുന്ന ആദരവോടെ നാം കൈകാര്യം ചെയ്യപ്പെടണം. എന്നാൽ ചില ആളുകൾ ഈ ആത്മീയ സത്യങ്ങളെ നിന്ദിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു. ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തെ മനഃപൂർവ്വം നിന്ദിക്കുന്നവരായും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരായും അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നാം പാടെ ഒഴിവാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് വചനം സ്വീകരിക്കാൻ ഹൃദയം ഒരുങ്ങിയവരോട് മാത്രം സംസാരിക്കുക എന്നതാണ് വിവേകം. ദാഹിക്കുന്നവനാണ് വെള്ളം കൊണ്ട് ആവശ്യം. നമ്മുടെ സമയം പാഴാക്കാതെ വിത്ത് നല്ല മണ്ണിൽ വിതയ്ക്കാൻ നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി ഒരിക്കലും കുറയുന്നില്ല. എന്നാൽ അത് സ്വീകരിക്കുന്ന പാത്രം ശരിയായതായിരിക്കണം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ സാക്ഷ്യവും വിശ്വാസവും പങ്കുവെക്കുമ്പോൾ വിവേചന ശക്തിക്കായി പ്രാർത്ഥിക്കുക. നമ്മുടെ വിലയേറിയ വിശ്വാസം നിന്ദിക്കപ്പെടാൻ അനുവദിക്കരുത്. മുത്തുകൾ പന്നികൾക്കിടയിൽ എറിയുന്നത് പോലെ ദൈവത്തിൻ്റെ ദാനങ്ങളെ അയോഗ്യരായവർക്ക് മുന്നിൽ അനാദരവോടെ അവതരിപ്പിക്കരുത്. ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ വചനം സ്വീകരിക്കാൻ തയ്യാറുള്ള ഹൃദയങ്ങളിലേക്ക് മാത്രം നമ്മുടെ കർത്താവിൻ്റെ ഊർജം തിരിച്ചുവിടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ. ആമേൻ.